ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഫോറിൻ റിലേഷൻഷിപ്പ് അത് കൃത്യമായിട്ട് മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് വന്നിറങ്ങിയല്ലോ. കൊൽക്കത്തയിലാണ് ആദ്യം ഇറങ്ങിയത്, പിന്നീട് ഡൽഹിയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഇത്തവണത്തെ വിസിറ്റിൽ ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ നിലപാട് വേറെ ഒന്നുമല്ല, അമേരിക്കയുമായിട്ട് ഇപ്പം നിലവിൽ ഇന്ത്യക്കുള്ള ആ ഒരു ബന്ധം അത് വല്ലാത്ത രീതിയിൽ വഷളായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വഷളായിരിക്കുന്നു മീൻസ് പറയത്തക്ക രീതിയിൽ ഓപ്പൺ ആയിട്ട് വഷളായിട്ടില്ല. ബൈലേറ്ററൽ ട്രേഡ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇപ്പോഴും ഒരു തരത്തിലുള്ള ഡീലും നടപ്പിലായിട്ടില്ല. ഇപ്പം ഇന്ത്യക്ക് ചില പ്രധാനപ്പെട്ട മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുമായിട്ട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇന്ത്യ ഇത്തവണ മാർക്കോ റൂബിയോയുടെ അടുത്ത് അത് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ നമ്മൾ പറയുന്നതെല്ലാം കേട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും, നമുക്ക് ഒരു വാം വെൽക്കം കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് മാർക്കോ റൂബിയോ വന്നത്. മാർക്കോ റൂബിയോ കൊൽക്കത്തയിൽ വന്ന് ഇറങ്ങിയ സമയത്ത് നമ്മൾ അവിടെ കൃത്യമായിട്ട് റെഡ് കാർപ്പറ്റ് സ്വീകരണം കൊടുത്തിരുന്നു. അവിടെ പുള്ളിക്കാരന് അഡീഷണൽ സെക്യൂരിറ്റി ഫോഴ്സും എല്ലാം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അമേരിക്കൻ എൻവോയ് ആയിട്ടുള്ള സെർജിയോ ഗോർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മാർക്കോ റൂബിയോയെ സ്വീകരിക്കാൻ. അതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നത്. റെഡ് കാർപ്പറ്റ് ഇല്ല എന്നുള്ളൊരു കുറവൊന്നും അവിടെ ഉണ്ടായില്ല. പല മാധ്യമങ്ങളും മാർക്കോ റൂബിയോയ്ക്ക് റെഡ് കാർപ്പറ്റ് സ്വീകരണം കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് രണ്ടാമത് ഡൽഹിയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ് റെഡ് കാർപ്പറ്റ് കൊടുക്കാത്തത്. ഒരു രാജ്യത്തേക്ക് ആദ്യം വന്ന് ഇറങ്ങുന്ന സമയത്ത് റെഡ് കാർപ്പറ്റ് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിൽ എവിടെയൊക്കെ പോയി ഇറങ്ങുന്നുണ്ടോ അവിടെയെല്ലാം റെഡ് കാർപ്പറ്റ് കൊടുക്കാൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും അടിച്ചിറക്കുന്നുണ്ട്. അത് തെറ്റാണ്, അത് ശരിയല്ല. റെഡ് കാർപ്പറ്റ് സ്വീകരണം നമ്മൾ കൊടുത്തിട്ടുണ്ട് മാർക്കോ റൂബിയോയ്ക്ക്. അത് കൊൽക്കത്ത എയർപോർട്ടിലാണ് കൊടുത്തത്. രണ്ടാമത് മാർക്കോ റൂബിയോ നമ്മുടെ രാജ്യത്തിലുള്ള എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കറിനെ പോലെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന് കൊടുക്കാവുന്ന മാക്സിമം പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് അഭിപ്രായ വ്യത്യാസം, തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പ്രകടിപ്പിച്ചു ത്രൂ ഔട്ട് ഈ ജേണിയിൽ. മാർക്കോ റൂബിയോയുടെ ഈ വിസിറ്റിൽ ത്രൂ ഔട്ട് ഇന്ത്യയുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാർക്കോ റൂബിയോ കൊൽക്കത്തയിൽ വന്ന് ഇറങ്ങി, റെഡ് കാർപ്പറ്റ് സ്വീകരണമൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് മദർ തെരേസയുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഡൽഹിയിലേക്ക് വന്നിറങ്ങിയ സമയത്ത് റെഡ് കാർപ്പറ്റ് സ്വീകരണമൊന്നും അവിടെ ഇല്ല. മാർക്കോ റൂബിയോ പ്രതീക്ഷിച്ചതുപോലെയുള്ള സ്പെഷ്യൽ സെക്യൂരിറ്റി വിങ്ങോ അല്ലെങ്കിലും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉന്നത റാങ്കിലുള്ള ഓഫീസേഴ്സ് ഒന്നും തന്നെ അവിടെ വന്നിട്ടില്ലായിരുന്നു. ഒരു സാധാരണ നിലയിലുള്ള സ്വീകരണം തന്നെയാണ് ഡൽഹിയിൽ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് മാർക്കോ റൂബിയോ പെട്ടെന്ന് തന്നെ മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആയി ഡൽഹിയിൽ. അതിനുള്ള അവസരം ഗവൺമെന്റ് തന്നെ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയതാണെന്ന് വരെ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം വളരെ പർട്ടിക്കുലർ ആണ്. അതായത് ഇന്ത്യയുടെ റേസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ നിരന്തരം വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അമേരിക്കയിൽ ഇന്ത്യക്കാരെ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് എന്ന ചോദ്യം, ഫസ്റ്റ് ചോദ്യം. ഈ ചോദ്യം മാർക്കോ റൂബിയോയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് അയാളുടെ ഫേസിൽ നിന്ന് തന്നെ പ്രകടമാണ്. അതിന് മാർക്കോ റൂബിയോ പറഞ്ഞ മറുപടി, സോഷ്യൽ മീഡിയയിൽ പലതരം ആൾക്കാർ പലതരത്തിലുള്ള സ്റ്റുപ്പിഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. സ്റ്റുപ്പിഡ് സ്റ്റഫ് എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള സ്റ്റുപ്പിഡ് സ്റ്റഫുകൾക്കൊക്കെ നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതേ അമേരിക്ക തന്നെയാണ് സോഷ്യൽ മീഡിയ പരിശോധിച്ച് ആൾക്കാർക്ക് നാഷണാലിറ്റി കൊടുക്കുന്ന ഏർപ്പാട് നിയമമായിട്ട് അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. എവിടെ? അമേരിക്കയിൽ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സ്പെഷ്യൽ കാറ്റഗറി വെരിഫിക്കേഷനിലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ മൊബൈൽ സഹിതം അവരെല്ലാം പരിശോധിച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം ചെകഞ്ഞെടുത്ത് നിങ്ങൾ അമേരിക്കയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രംപിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നിലവിലുള്ള അമേരിക്കൻ നിയമങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതിലുപരിയായിട്ട് ആന്റി സെമിറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാം അവർ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ടാണ് നിങ്ങളെ ആ രാജ്യത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത് തന്നെ. ഇപ്പം നിലവിലെ പ്രൊസീജിയർ അതാണ്. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ സൂക്ഷ്മ നിരീക്ഷണം നടത്തി മറ്റുള്ള രാജ്യത്തിലുള്ള പൗരന്മാർക്ക് വിസ, H1B ആയിക്കോട്ടെ, ടൂറിസ്റ്റ് വിസ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഗ്രീൻ കാർഡ് ആയിക്കോട്ടെ, ഏതൊരു മേഖലയിലേക്കും ഒരു വ്യക്തിയെ കടത്തിവിടണം എന്നുണ്ടെങ്കിൽ ഇത്തരം സ്ക്രൂട്ടനൈസിങ് നടത്തുന്ന അമേരിക്ക ഇപ്പം ഡൽഹി എയർപോർട്ടിൽ വന്ന് നിന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പറയുന്നതിനൊക്കെ നമ്മൾ സ്റ്റുപ്പിഡ് സ്റ്റഫിനൊക്കെ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. എനിവേ, അതൊരു വിരോധാഭാസമാണ്. അവരങ്ങനെ തന്നെയാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും അവരങ്ങനെയാണ്. ഇനി ഈ ചോദ്യത്തിന് കൗണ്ടർ ചെയ്തുകൊണ്ട് അടുത്ത ചോദ്യം പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ രാജ്യത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലാണ് ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. അതിനെ നിങ്ങളുടെ പ്രസിഡന്റ് ട്രംപ് എൻഡോസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത മാർക്കോ റൂബിയോയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ക്വാഡ് സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായക മീറ്റിംഗുകൾ നടന്നു. അത് കഴിഞ്ഞിട്ട്
നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഉടനീളം ജയശങ്കർ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ വിയോജിപ്പ്, പ്രത്യേകിച്ച് ട്രംപ് ഡെസിഗ്നേറ്റ് ചെയ്തതിനു ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് താരിഫ് വിഷയം മുതൽ പാകിസ്ഥാനെ പിന്തുണച്ചത് വരെ വളരെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദ ആക്രമണങ്ങളെ, പ്രത്യേകിച്ച് പഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണം, ഇതേപോലെ ഇന്ത്യക്കുള്ളിൽ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെളിവ് സഹിതം, ഡോക്യുമെന്റ് സഹിതം നിരത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ മാർക്കോ റൂബിയോയ്ക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. രണ്ടുപേരും പത്രസമ്മേളനം അഡ്രസ് ചെയ്യുന്ന സമയത്ത് മാർക്കോ റൂബിയോ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ പുള്ളിക്കാരൻ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചത് കൊണ്ട് തന്നെ ആ വിഷയമാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ടത് ലൈം ലൈറ്റിലും വെസ്റ്റേൺ മീഡിയയിലും. പക്ഷെ ഇവിടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് സംസാരിക്കുന്നത്. കാരണം ഇവിടെ കൃത്യമായിട്ട് മാർക്കോ റൂബിയോ എടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആഗോളതലത്തിൽ തന്നെ അമേരിക്കയ്ക്ക് എതിരായിട്ട് മാറിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇൻക്ലൂഡിങ് യൂറോപ്പിന്റെ ബന്ധം വരെ തകരാറിലായത് ഈ താരിഫ് വിഷയമാണ്. ഇന്ത്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ആഗോളതലത്തിൽ പല ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. പലരും ഷാങ്ഹായ് കോർപ്പറേഷനിൽ വന്നിട്ട് ഡോളർ ഇതര ബിസിനസ്സിലേക്ക് മാറി ചിന്തിക്കാനുള്ള സാഹചര്യത്തിന് വരെ വഴിയൊരുക്കിയത് ട്രംപിന്റെ ഈ താരിഫ് പോളിസിയാണ്. അത് ട്രംപ് ഇപ്പം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അമേരിക്ക ഫ്യൂച്ചറിസ്റ്റിക് വിഷനോട് കൂടി ഡോളറിനെ നോക്കി കാണുന്നുണ്ട്. ഡോളറിന്റെ തകർച്ചയെ അവർ നോക്കി കാണുന്നുണ്ട്. ഡോളർ ഒരു പരിധി വരെ ഇടിയുന്നത് അമേരിക്കയ്ക്ക് നല്ലതാണ്. ഒരു പരിധിക്ക് കീഴിൽ അത് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം പിൻവലിക്കും ആൾക്കാർ. പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ അമേരിക്കയുടെ ഉള്ളിൽ വരില്ല. അത് ഡൈവേഴ്സിഫൈ ചെയ്ത് മറ്റുള്ള ലോകരാജ്യങ്ങളിലേക്ക് പോകും. അത് ചൈനയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അതിലുപരിയായിട്ട് റീസെന്റ് ആയിട്ട് ട്രംപ് നടത്തിയ ചൈന വിസിറ്റ് ഒരു പരാജയമാണ്. അത് ഓപ്പൺ ആയിട്ട് അംഗീകരിക്കത്തില്ല ആരും. ഡിപ്ലോമാറ്റിക്കലി അവർ അങ്ങനെയാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ചൈന വിസിറ്റ് പൂർണ്ണ പരാജയമാണ്, സമ്പൂർണ്ണ പരാജയമാണ്. അപ്പൊ അതുകൊണ്ട് ചൈനയുടെ എക്കോണമിയെ ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ടൊരു വ്യാപാരം, ഇത്തരത്തിൽ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ്, ഇത്രയും വിശാലമായ മാർക്കറ്റ് വേറെ എവിടെയും അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ സാധനങ്ങൾ ഏത് വിധേനയും ഇന്ത്യക്കുള്ളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡോളറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം ഒരു നിർണായക പങ്ക് വഹിക്കും എന്നുള്ളത് ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് ട്രംപ് മാത്രമല്ല, അമേരിക്കയിലെ ലിൻസി ഗ്രഹാം ഉൾപ്പെടെയുള്ള ആൾക്കാർ കൃത്യമായിട്ട് ട്രംപിനെ ഉപദേശിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള കച്ചവടം നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. വെനിസുലയുടെ എണ്ണ എടുത്തെങ്കിലും ഏത് തരത്തിലും, എണ്ണ മാത്രമല്ല മറ്റു പല സാധനങ്ങളും ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യണം എന്നുള്ളതിൽ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട അവർ നടപ്പിലാക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ബിൽ ഗേറ്റ്സ് ഇന്ത്യക്കുള്ളിൽ കൃഷി നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ബിൽ ഗേറ്റ്സിന്റെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സ് നമുക്ക് വേണ്ട എന്നാണ് നമ്മൾ അതിനെ തടഞ്ഞു നിർത്തി വെച്ചിരിക്കുന്നത്. അതേപോലെ ബിൽ ഗേറ്റ്സിന്റെ പലതരത്തിലുള്ള വാക്സിൻ പരീക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കി നിർത്തി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട്. ഇപ്പം നിലവിൽ ഇന്ത്യയെ പോലെ തന്നെ മറ്റൊരു രാജ്യം ആഫ്രിക്കയിൽ ബിൽ ഗേറ്റ്സിന്റെ കടന്നുകയറ്റം വളരെ വലുതാണ്. അവിടെ മലേറിയ ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്ത കൊതുകുകളെ ഉൽപ്പാദിപ്പിച്ച് അതിലൂടെ കൊതുകുകളെ വന്ധീകരണം ചെയ്യുന്ന രീതിയിലുള്ള, പുതുതായിട്ട് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന കൊതുകുകളെ വന്ധീകരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷനാണ് അവർ നടത്തിയിരിക്കുന്നത്. ഇതേ പ്രിൻസിപ്പിളാണ് അവർ സീഡ്സിലും ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് ബിൽ ഗേറ്റ്സ് വളരെയധികം വ്യാപകമായിട്ട് ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആഫ്രിക്കയിലെ ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നും ബിൽ ഗേറ്റ്സിന്റെ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ആ രാജ്യത്തിന്റെ നേതാവായിട്ടുള്ള ഇബ്രാഹിം ട്രാവോറെ നിരോധിച്ചിട്ടുണ്ട്. ഈ ബിൽ ഗേറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നിരോധിക്കുക എന്നുള്ളത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ബിൽ ഗേറ്റ്സിനെ കുറിച്ച് ഞാനൊരു 3 എപ്പിസോഡ് നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഏതാണ്ട് 1 വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സെയിം വിഷയത്തിൽ. അപ്പൊ ഇതുപോലത്തെ പല വിഷയങ്ങളും അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കുള്ളിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ട് വീക്ഷണം നടത്തി തടഞ്ഞു നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെടും. ഈ മാർക്കോ റൂബിയോ വന്നതിന്റെ ഉദ്ദേശം തന്നെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തണം. അത് പ്രധാനമായിട്ട് വെനിസുല ഓയിൽ ഇന്ത്യ വാങ്ങിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് റഷ്യൻ ഓയിൽ ഡീലിന് പകരം വെനിസുല ത്രൂ അമേരിക്കൻ ഓയിൽ ഇന്ത്യ വാങ്ങണം. അതാണ് അവരുടെ നിർദ്ദേശം. പക്ഷേ അതിനു മുമ്പ് തന്നെ അതിനെ മുൻകൂട്ടി കണ്ട് ഇന്ത്യ കൃത്യമായിട്ട് പാകിസ്ഥാൻ വിഷയം എടുത്തിട്ട് ശരിക്കും മാർക്കോ റൂബിയോയുടെ മേളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. വളരെ കൃത്യമായിട്ടുള്ള പ്രഷർ. ഈ പ്രഷറിൽ രണ്ടുപേരും പോഡിയത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഇറാന്റെ വിഷയം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം പോകുന്നുണ്ട്. രണ്ടുപേരുടെ അടുത്തും ചോദ്യം പോയിട്ടുണ്ട്. 4-5 ചോദ്യങ്ങൾ ഒരുമിച്ച് കൺസിഡർ ചെയ്ത് ഉത്തരം പറയുന്ന രീതിയാണ് അവരവിടെ ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ മാർക്കോ റൂബിയോ അടുത്ത് പറഞ്ഞു വെച്ച വിഷയം. Can I ask you about Pakistan? The role that Pakistan has. Do the Indians voice any concern to you? What do you tell them? No, I mean, look, they're concerned about the things they're always concerned about. Obviously, India is always pointing to the fact that there are armed terrorist groups operating from Pakistani territory that target India. They're always concerned about that. But as far as the role they played in
as a mediator and a facilitator in the Iran situation. It never came up. I don't think that they would complain about that. I mean, their issues with Pakistan are different. പാകിസ്ഥാനുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം ടാക്ടിക്കലാണ്, വളരെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുകയാണ് ടാക്ടിക്കലാണെന്നുള്ളത്. ഇതേ ഡയലോഗ് പാകിസ്ഥാൻ്റെ അടുത്ത് ഇവർ പറയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ടാക്ടിക്കലാണെന്ന് പറയുന്ന ആൾക്കാരാണ് ഇവർ. അത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ അപ്പോഴും ജയശങ്കർ അതിനെ അംഗീകരിക്കുന്നില്ല. ജയശങ്കർ വീണ്ടും ആവർത്തിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, അമേരിക്ക വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട മൊമെന്റിലാണ് ഉള്ളത്. അവർക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമാണോ വേണ്ടത്, അതായത് തീവ്രവാദികളുമായിട്ടുള്ള ബന്ധമാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആണോ വേണ്ടത് എന്നുള്ളത് അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അമേരിക്കയുടെ ഡിസ്ക്രിപ്ഷനാണ് എന്നും കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് മാർക്കോ റൂബിയോയ്ക്ക് ഒന്നും തന്നെ പറയാനില്ല. അതായത് ഞങ്ങൾക്ക് ആ സമയത്ത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാന് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ നെഗോസിയേഷന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് നെഗോസിയേഷനെ മാത്രം ബന്ധിപ്പിക്കുന്ന വിഷയമല്ല. പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനെ ഏറ്റുപിടിക്കുന്ന ട്രംപിന് കൊടുക്കുന്ന ഒരു മറുപടിയും കൂടിയാണ്. ഇനി അമേരിക്കയുടെ ഉള്ളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് എന്ന തരത്തിലെ സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ല. അത്തരത്തിലുള്ള പ്രഷറാണ് ഇന്ത്യ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അത് വിജയിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ വരില്ല. ഇല്ല, ഇന്ത്യയുമായിട്ട് ഇടഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനമാണ് ട്രംപിന്റെ. ഇതേ സ്വഭാവം തന്നെയാണ് തുടരുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് വീണ്ടും ട്രംപ് ആവർത്തിക്കും. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിലാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇനി പുറത്തേക്ക് വരില്ല. ഈ ബന്ധം വഷളാക്കാനാണ് അമേരിക്കയ്ക്ക് താല്പര്യമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് വീണ്ടും വീണ്ടും ട്രംപ് വിളിച്ച് പറയും. ഇത്തരത്തിലാണ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിയോജിപ്പ് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതായത് അമേരിക്കയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ ഇറാന്റെ ഉള്ളിൽ അസീം മുനീറും കൂട്ടം അവിടെ നിന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ നിന്നും പറയുന്നത്. ഇതാണ് അമേരിക്ക. ഈ അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ്. ഇവിടെ പാകിസ്ഥാനെ വിട്ടേക്കൂ, പാകിസ്ഥാനെ നമ്മൾ പുല്ലുപോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും, അത് വേറെ വിഷയം. അതിനിപ്പോൾ അമേരിക്ക ഒത്താശ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഡസൻ മാറ്റർ. ഇതിനു മുമ്പും അവർ 10-40 വർഷത്തോളം ഇന്ത്യക്ക് എതിരെയുള്ള നിലപാടെടുത്തോ പാകിസ്ഥാനോടൊപ്പം നിലനിന്നിരുന്ന രാജ്യം തന്നെയാണ്. നമുക്ക് അതും കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആൾക്കാരല്ല. അമേരിക്കയ്ക്ക് കൊടുക്കേണ്ട പ്രഷർ കൃത്യമായിട്ട് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഇത്തവണ ഇന്ത്യയിലേക്ക് വന്ന മാർക്കോ റൂബിയോ ഭാര്യയുമായിട്ടാണ് വന്നത്. താജ്മഹലൊക്കെ കണ്ടു, വളരെ നല്ലതാണ്. അവർക്ക് നൽകിയ സ്വീകരണത്തിന് പരിചരണത്തിനോ ഒരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല. പക്ഷേ ഒഫീഷ്യലി നമ്മൾ ചില കുറവുകൾ വരുത്തിയിട്ടുണ്ട്. അത് മനഃപൂർവ്വം നമ്മൾ വരുത്തിയതാണ്. അപ്പൊ അവസാനം മാർക്കോ റൂബിയോ പറഞ്ഞത് ഞാൻ ഈ നിങ്ങളുടെ കൺസേൺ ട്രംപിനെ അറിയിക്കാം, ഞങ്ങൾ പ്രസിഡന്റിനെ അറിയിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് മടങ്ങിപ്പോകേണ്ട സാഹചര്യമാണ് മാർക്കോ റൂബിയോയ്ക്ക് ഉണ്ടായത്. മാർക്കോ റൂബിയോ ട്രംപിന് ഇൻവിറ്റേഷനും കൊണ്ടാണ് വന്നത്. കാരണം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ വാഷിംഗ്ടണിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് വീണ്ടും ബന്ധം ഊഷ്മളമാക്കേണ്ട സാഹചര്യത്തിലാണ് അമേരിക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉപദേശം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കൾ ട്രംപിന് നൽകിയിട്ടുണ്ട്. കാരണം ഇനി വരാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷനിൽ ഇന്ത്യൻസിന്റെ വോട്ടിനെ സ്വാധീനിക്കണം. ഇന്ത്യൻ ഡയസ്പൊറയുടെ വോട്ടിംഗ് ലക്ഷ്യമാക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ പുറകിൽ നടക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വിഷയത്തിൽ അമേരിക്ക ഇന്ത്യയെ ഒന്ന് സമാധാനപ്പെടുത്തി ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ കുറച്ച് റിട്ടാലിയേഷൻ, ഇന്ത്യ കുറച്ച് റിബൽ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇപ്പം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെയൊക്കെ വഴങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള സ്ട്രാറ്റജിക് ഓട്ടോണമി ഉണ്ട്. ഈ ഓട്ടോണമിയെ വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്ക പറയുന്നത് പോലെ തുള്ളുന്ന രീതിയിലുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ, പാകിസ്ഥാൻ അല്ല ഇന്ത്യ. അത് തിരിച്ചറിയാനുള്ള ഒരു മുഹൂർത്തം കൂടിയായിരുന്നു മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലവിലുള്ള ഫോറിൻ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഫർദർ ഡെവലപ്മെന്റ്സ് ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ അത് ഡെവലപ്പ് ആകുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.